അതെ പ്ലീസ് ഒന്ന് ശല്യപ്പെടുത്താതെ പോയി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ടോമേ കംപ്ലീറ്റ്. അതെ, നിനക്ക് ഇപ്പൊ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അത്രല്ലേ ഉള്ളൂ. അതിനൊരു പരിഹാരമുണ്ട്. അതെ, ഹെൽപ്പ് ചെയ്ത് കൊടുക്ക. അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തത്? ഇവൾക്ക് എന്താ അറിയാം അതിനെ കുറിച്ച്? ഇവർക്ക് നന്നായിട്ട് അറിയാതിനെ കുറിച്ച്. ഞാൻ ചെയ്തോണ്ടിരിക്കയില്ലേ. ആഷിക്കിന് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്, അതുകൊണ്ട് പോയി ക്ലിയർ ചെയ്യാൻ. അല്ല ആഷിക്കിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തീർക്കാവുന്നല്ലേ ഉള്ളൂ. ആഷിക്ക് എന്താ സിസ്റ്റം ടേബിൾ ആയിട്ട് ഇങ്ങോട്ട് വരണം. ഹലോ ഗൈസ്. ആഷിക്ക് വന്നല്ലോ. നിന്റെ അടുത്ത് ആരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ആഷിക്കൊന്ന് വിളിച്ചു. ആഷിക്ക് എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരുവോ? ടോം അങ്ങോട്ട് വന്നോളും. അല്ല ഇനിയിപ്പോ ഇവിടെ വന്ന സ്ഥിതിക്ക് ആഷിക്ക് ഡൗട്ട് തീർത്തിട്ട് പോയാ പോരെ? വാ. ഡൗട്ടാ? എനിക്കൊരു വലിയ ഡൗട്ട് ഉണ്ട്. അത് നീ അവിടെ ടോം അങ്ങോട്ട് വന്നോളും. നീ അങ്ങോട്ട് വെക്ക. അവന്റെ ഡൗട്ട് തീർത്ത് കൊടുത്തിട്ട് ഇങ്ങള് നീ തന്നാ മതി. ഞാൻ കറക്ഷൻ ചെയ്യാം. ടോം മിണ്ടരുത്. നമുക്ക് ചെയ്യാം. അപ്പൊ വർക്ക് ചെയ്ത് ചെയ്യേ. അല്ലാതെ നീ ഇത് മൊത്തം ചെയ്യൂ? ഞാൻ ചെയ്യും. ഉറപ്പാണോ? എന്നാ നീ ഇവിടെ ചെയ്യും. ടോം നമുക്കൊരു കോഫി കുടിക്കാം. നല്ലൊരു ബുദ്ധിമുട്ടായി. അതെ അതെ, നമുക്ക് അങ്ങോട്ട് നടക്കും. എന്ത് ടോമേ? ടോമിന്റെ നീ ഒരുമിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യും പറഞ്ഞാൽ ഞാൻ അതുപോലെ ഫോളോ ചെയ്യാം കേട്ടോ. ഇതല്ലേ നടക്ക്. ഇരിക്കൂടെ. ഞാൻ അവന്റെ അടുത്ത് ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. ചുമ്മാ എന്നെ കൂടെ ശബ്ദം എത്തിക്കരുത് കേട്ടോ. ദേ ഇവിടുന്ന് അനങ്ങി പോകരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് എന്ത് ഇപ്പൊ എന്ത് കിട്ടി? എന്ത് കിട്ടി? ഇവിടെ ഇരുന്നാ മതി നിങ്ങള്. എന്ത് എന്തെങ്കിലും നിങ്ങക്ക് പറയാനുണ്ടോ? പറയാനുണ്ടോന്ന് വെച്ചാൽ അമൽ ബോസ് അല്ലേ പറഞ്ഞ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരു കുഴപ്പമില്ല, അവളെ നമ്മുടെ ജിൻസി ഹെൽപ്പ് ചെയ്തോളും. പിന്നെ അമൽ സാന്നിധ്യത്തിൽ ഞാൻ പറഞ്ഞോളാം, അങ്ങനെ മനസ്സിലായിക്കോളാം. അവളെ ആ ക്രിസ്റ്റീന പഠിച്ച കള്ളിയാ. കുടിക്കുന്ന വെള്ളത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ഇനി പറഞ്ഞാൽ എന്നിട്ടാണ് അവളുടെ അടുത്ത് മുട്ടി ഒരുമി നിൽക്കാനും കൊച്ചു കൊടയാൻ നിങ്ങൾ നിന്ന് കൊടുക്കുന്നത്. മുട്ടി വരുമാനൊന്നും പോയില്ല. പിന്നെ അവളെ ഏത് എക്സ്റ്റന്റ് വരെ പോകും, എന്തൊക്കെ പറയാം, ആരെ കുറിച്ച് പറയുമെന്നൊക്കെ എനിക്കറിയാം. നിന്നെ കുറിച്ച് പറഞ്ഞത് അവൾ എന്തൊക്കെ ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കുറിച്ച് തന്നെ പറയുന്നത്. എന്നെ കുറിച്ച് അവൾ എന്താ പറഞ്ഞത്? നീ അതൊക്കെ പിന്നെ പറഞ്ഞ ജോലി ജോലിയൊക്കെ പിന്നെ ചെയ്യും. അവൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ ആദ്യം പറ. എന്നിട്ട് പോയി വഴക്കുണ്ടാക്കാനല്ലേ? ഇല്ല പറ, കേക്കട്ടെ ആദ്യമേ. നീ ആ അമൽ ബോസും കൂടെ പ്രേമത്തിലാണ്. ശരിക്കും ചെറുക്കാൻ ഞാൻ മണ്ട അടിച്ച മോട്ടിക്കും. മിണ്ട അവിടെ തിന്നോ. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ നീ അവളെ ആ അമലിന്റെ കാല് പിടിച്ച് എന്നെ കെട്ടുമെന്ന് ചോദിച്ചോണ്ടാണ് അവൻ സമ്മതിച്ചത്. കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ. അവിടെ അപ്പനാ അവരെ കാർ പിടിച്ചത്. അവളെ ഞാൻ കരണ്ട് കുടി. ഇവിടെ പോണു. എന്റെ ടോമി എനിക്കൊരു സമാധാനം കിട്ടുന്നത് എന്റെ കൈയും കാലും വരയ്ക്കുന്നത്. പേടിച്ചിട്ടാണ്. അല്ലേടാ നിന്റെ അവക്കിട്ട് കൊടുക്കാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ടോമേ. കൊടുക്കുമെന്ന് ഉറപ്പാണെങ്കിൽ വിടണ പോയി കൊടുക്കട്ടെ. അവള് നിനക്കൊക്കെ ഇല്ലേ തീരെ? അവളുടെ ഉദ്ദേശം എന്നെ മാക്സിമം നാണം കെടുത്തണം. നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിച്ച് പിരിപ്പിക്കണം. അവള് വിചാരിച്ച നമ്മൾ തമ്മിൽ അടി കൂടും. അത് ശരി തന്നെ. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ തമ്മിൽ തല്ലില്ലേ, പിന്നെ അവള് ഇവളെ എന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. നോക്കാലെ എഴുതി പോ. നീ പോ. ഞാൻ അല്ലെങ്കിൽ പോകാൻ പോയെന്നെ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. അണ്ണ ഒരു ജ്യൂസ് കുടിക്കാൻ എങ്ങോട്ടും വരത്തില്ല. ജ്യൂസ് കുടി. അല്ലടി ജ്യൂസ് കുടിച്ചിട്ട് വരെ ഇല്ല, എങ്ങോട്ടും പോകുന്നില്ല. എന്നാ ജ്യൂസ് കുടിക്കണ്ട, അവിടെ പോയി ഇരിക്കട്ടെ. പോയി ഇരുന്നോ. ഫയൽ ഇത് ആരാ തള്ളിത്തറയിട്ടത്? പിന്നെ നീ നോക്കണ്ട, അവരുണ്ട് മുങ്ങി. അങ്ങാരുടെ ജ്യൂസ് കുടി നിർത്തി കൊടുക്കാം. അങ്ങാരുടെ ജ്യൂസ് കുടിയും അവരുടെ അഹങ്കാരം ഒക്കെ